ഗണേശായ നമഃ. നമസ്കാരം. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനലിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലെ നക്ഷത്രഫലങ്ങൾ അറിയുന്നതിനു മുൻപായി ഇന്നത്തെ ശുഭദിനത്തിന്റെ പഞ്ചാംഗം നമുക്ക് നോക്കാം. എന്നാൽ അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സന്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. ഇന്ന് 2026 ജൂൺ 13 ശനിയാഴ്ച, ജ്യേഷ്ഠമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ് ഇന്ന്. ഭരണി നക്ഷത്രമാണ് ഇന്നത്തെ പ്രത്യേകത. സൂര്യോദയം രാവിലെ 5:40 സൂര്യാസ്തമയം വൈകുന്നേരം 7:14 ശുഭകാര്യങ്ങൾ തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12 മണി മുതൽ 12:54 വരെയാണ്. എന്നാൽ രാവിലെ 9:04 മുതൽ 10:45 വരെയുള്ള രാഹുകാല സമയത്ത് പ്രധാനപ്പെട്ട ജോലികൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഇനി നമുക്ക് ഇന്നത്തെ രാശിഫലങ്ങളിലേക്ക് കടക്കാം. പ്രിയപ്പെട്ട മേടം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ ഇടവം രാശിയിലായതിനാൽ അർത്ഥമില്ലാത്ത കുടുംബ വഴക്കുകളിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഗ്രഹസ്ഥിതി ഗാർഹിക മേഖലയിൽ അസ്വാരസ്യം സൂചിപ്പിക്കുന്നതിനാൽ ഏർപ്പെടരുത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം സംഘർഷങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കേണ്ടത് അത്യാവശ്യമാണ്. അനാവശ്യമായ ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കാൻ നിങ്ങൾ ശാന്തത പാലിക്കുകയും നിങ്ങളുടെ സാമാന്യബുദ്ധി കൂടുതൽ ഉപയോഗിക്കുകയും വേണം. നിങ്ങൾ മുൻകൈയെടുത്ത് നയതന്ത്രപരമായി പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും. 2026 ശനി ഗ്രഹത്തിന്റെ സ്വാധീനം ശക്തമായതിനാൽ സംരക്ഷണത്തിനും വ്യക്തതയ്ക്കും ഒരു സംരക്ഷണ തകിടോ അല്ലെങ്കിൽ ഒരു പ്രത്യേക രത്നമോ ധരിക്കുന്നത് ഉത്തമമാണ്. പ്രതിവിധി: പ്രകൃതിയിൽ സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ചന്ദ്രൻ നിങ്ങളുടെ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ നിങ്ങളുടെ സംരംഭങ്ങളും ബന്ധങ്ങളും വളർച്ച തുടരുന്നുവെന്ന് ഉറപ്പാക്കാൻ നിങ്ങൾ തന്നെ മുൻകൈയെടുക്കണം. നിങ്ങൾ സ്വഭാവത്താൽ നിർമ്മാതാക്കളായതുകൊണ്ട് വിഭവസമൃദ്ധരും കാര്യക്ഷമരും വിശ്വസനീയരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഒരു അതിശയകരമായ അദൃശ്യമായ കാളയുടെ ഗുണമുണ്ട്. നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കാര്യത്തിൽ നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം നിങ്ങൾ ചെയ്യും. ഇന്ന് നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക. കാരണം ഗ്രഹങ്ങൾ നിങ്ങളുടെ വീട്ടിൽ നല്ലതും ചീത്തയുമായ ആശയക്കുഴപ്പങ്ങളും പ്രശ്നങ്ങളും സൃഷ്ടിക്കുന്നുണ്ട്. എന്തു ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നത് ഉചിതമായിരിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നത് ഇന്ന് നിങ്ങൾ മിതത്വം കാണിക്കുകയാണെങ്കിൽ ഭാവിയിലെ ഗാർഹിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ കഴിയുമെന്നാണ്. ഇന്നത്തെ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളോട് ദേഷ്യം ഒരു ഉചിതമായ പ്രതികരണമല്ല. ഈ പ്രശ്നങ്ങളും കടന്നുപോകും. ഈ വർഷം രാഹുവിന്റെ വർദ്ധിച്ച സ്വാധീനത്തിൽ ഒരു വിശുദ്ധ വസ്തുവോ അല്ലെങ്കിൽ രത്നമോ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കുന്നത് അനുകമ്പയും വൈകാരിക വ്യക്തതയും വളർത്താൻ സഹായിക്കും. പ്രതിവിധി: ഒരു വിശ്രമവേള എടുക്കുക. പ്രിയപ്പെട്ട മിഥുനം രാശിക്കാരെ, ചന്ദ്രൻ ഇന്ന് ഇടവം രാശിയിൽ നേരിട്ട് സഞ്ചരിക്കുന്നതിനാൽ കോടതി കേസുകൾ, ചെറിയ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള തർക്കങ്ങൾ എന്നിവയെക്കുറിച്ച് ശ്രദ്ധിക്കുക. നിങ്ങളെ ബാധിക്കുന്ന ഏതെങ്കിലും വിഷയത്തെക്കുറിച്ചുള്ള ചൂടേറിയ ചർച്ചകളിൽ നിന്ന് വിട്ടുനിൽക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു ദിശയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും അത് അല്പം മോശമാവുകയും ചെയ്യാം. തർക്കങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നിങ്ങൾക്ക് സമാധാനം നൽകും. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ, പ്രത്യേകിച്ച് നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കിഴക്കോട്ട് അഭിമുഖീകരിച്ച് ഇരിക്കാൻ ശ്രമിക്കുക. ഇന്ന് വെള്ളനിറം നിങ്ങൾക്ക് അശുഭകരമായതിനാൽ അത് ധരിക്കുന്നത് ഒഴിവാക്കുക. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് ഉച്ചയ്ക്ക് 3:15 മുതൽ വൈകുന്നേരം 4:15 വരെയാണ് നിങ്ങൾക്ക് ഭാഗ്യസമയം. ഈ വർഷം വ്യാഴം ഗ്രഹം ഐശ്വര്യ ഊർജങ്ങളെ വർദ്ധിപ്പിക്കുന്നതിനാൽ ഒരു ശുഭചിഹ്നം അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രതിവിധി സാമ്പത്തിക ഒഴുക്ക് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രതിവിധി: വ്യക്തതയ്ക്കായി ധ്യാനം ചെയ്യുക.
പ്രിയപ്പെട്ട കർക്കടക രാശിക്കാരെ, ഇടവം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം നിങ്ങൾക്ക് ഇന്നത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറി സ്വയം വിശ്രമിക്കാനും മനസ്സിനെ ശാന്തമാക്കാനുമുള്ള ഒരു നല്ല അവസരമാണ്. നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ എന്നിവ കണ്ടെത്തുകയും അതിൽ മുഴുകുകയും ചെയ്യുക. തൊഴിൽ രംഗത്ത് ഒരു കാര്യത്തെക്കുറിച്ചും വിഷമിക്കേണ്ടതില്ല. കാരണം ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം നിങ്ങൾക്ക് അനുകൂലമാണ്. തീർച്ചയായും വിജയത്തിന്റെ രുചി അറിയാൻ സാധിക്കും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് സ്ഥാനക്കയറ്റത്തിന്റെ രൂപത്തിൽ വലിയ പ്രതിഫലം ലഭിച്ചേക്കാമെന്ന് താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ പ്രവചിക്കുന്നു. ഇന്ന് നിങ്ങൾ വളരെ സന്തോഷവാനായി കാണപ്പെടും. ഈ സന്തോഷം നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഒരു നല്ല റെസ്റ്റോറന്റിൽ രുചികരമായ ഭക്ഷണം ആസ്വദിച്ച് ആഘോഷിക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചേക്കാം. നിങ്ങളുടെ ഭാഗ്യം കൂടുതൽ തിളങ്ങാൻ ഇന്ന് നിങ്ങളുടെ വസ്ത്രത്തിൽ മെറൂൺ നിറം ഉൾപ്പെടുത്തുക. വൈകുന്നേരം 6 മണിക്കും രാത്രി 8 മണിക്കും ഇടയിലുള്ള സമയം നിങ്ങൾക്ക് വളരെ ശുഭകരവും ഭാഗ്യകരവുമാണെന്ന് സൂചിപ്പിക്കുന്നു. ഈ വർഷം വ്യാഴത്തിന്റെ ശക്തമായ സ്വാധീനത്തിൽ ആന്തരിക സമാധാനവും മനസമാധാനവും നിലനിർത്താൻ ഒരു വിശുദ്ധ വസ്തുവോ അല്ലെങ്കിൽ ആത്മീയ ചിഹ്നമോ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കുക. പ്രതിവിധിയായി പഴയ സുഹൃത്തുക്കളുമായി കണ്ടുമുട്ടി സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കും. പ്രിയപ്പെട്ട ചിങ്ങം രാശിക്കാരെ, ഇടവം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം കാരണം ഇന്ന് നിങ്ങൾ ആത്മപരിശോധനയിലും ആഴത്തിലുള്ള ചിന്തകളിലും മുഴുകിയിരിക്കും. ഇന്ന് നിങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാൻ ആഗ്രഹിക്കില്ല. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികളുടെ അഭിപ്രായത്തിൽ നിങ്ങൾ ഏറെ നാളായി ആഗ്രഹിക്കുന്ന ആന്തരിക സമാധാനം കണ്ടെത്താൻ കുറച്ച് സമയം ചെലവഴിക്കുന്നത് പരിഗണിക്കണം. ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ലോകവുമായി ബന്ധപ്പെടാൻ സഹായിക്കും. ഇന്ന് നിങ്ങൾക്ക് നല്ല ഭാഗ്യവും സമാധാനവും ആകർഷിക്കാൻ പിങ്ക് നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. വൈകുന്നേരം 4:30-ക്കും വൈകുന്നേരം 6 മണിക്കും ഇടയിലുള്ള സമയം ഇന്ന് നിങ്ങൾക്ക് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ സമയത്ത് നിങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. രാഹുവിന്റെ നിഴൽ ഊർജം ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമായേക്കാം. മനസ്സുറപ്പോടെ ഇരിക്കാൻ നിങ്ങളുടെ സ്ഥലത്ത് ഒരു സ്ഫടികമോ അല്ലെങ്കിൽ ഒരു വിശുദ്ധ ചിഹ്നമോ സ്ഥാപിക്കുക. മനസ്സിനെ ശാന്തമാക്കാനും സ്ഥിരമായി നിലകൊള്ളാനും ഒരു പുസ്തകം വായിക്കുന്നത് ഒരു നല്ല പ്രതിവിധിയാണ്. പ്രിയപ്പെട്ട കന്നി രാശിക്കാരെ, ഇടവം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സഞ്ചാരം കാരണം നിങ്ങളുടെ മാനസിക ഊർജം ഇന്ന് ഉയർന്ന നിലയിലായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു മനോഭാവമുണ്ട്. പ്രശ്നങ്ങളിൽ ഒളിഞ്ഞിരിക്കുന്ന അവസരങ്ങൾ കാണാൻ നിങ്ങൾക്ക് കഴിയും. ഇത് നിങ്ങളുടെ വലിയൊരു മുതൽക്കൂട്ടാണ്. ഇത് പരമാവധി പ്രയോജനപ്പെടുത്തുക. വളരെ വേഗം വിജയം നിങ്ങളുടെ അടുത്തെത്തും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ എല്ലാ ശ്രമങ്ങളിലും വിജയിക്കാൻ ജീവിതത്തോട് ഒരു നല്ല കാഴ്ചപ്പാട് നിലനിർത്തുക. പോസിറ്റീവ് ഊർജം ആകർഷിക്കാൻ ഇന്ന് നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. വൈകുന്നേരം 4 മണിക്കും 5 മണിക്കും ഇടയിലുള്ള സമയം നിങ്ങൾക്ക് ശുഭകരമായി കണക്കാക്കപ്പെടുന്നു. ഈ വർഷത്തെ ശനിയുടെ ഊർജം നിങ്ങളുടെ പുരോഗതിയെ മന്ദഗതിയിലാക്കിയേക്കാം. ശനിയുടെ സ്വാധീനം സന്തുലിതമാക്കാൻ ഒരു ശുഭരത്നം ധരിക്കുകയോ അല്ലെങ്കിൽ പതിവായി ആത്മീയ പരിശീലനങ്ങളിൽ ഏർപ്പെടുകയോ ചെയ്യുക. കൂടാതെ ഒരു പുതിയ ഹോബി കണ്ടെത്തുന്നത് നിങ്ങൾക്ക് പ്രയോജനകരമാകും. പ്രിയപ്പെട്ട തുലാം രാശിക്കാരെ, ഇന്ന് ഇടവം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം കാരണം നിങ്ങൾ തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം. പ്രത്യേകിച്ചും ജോലിസ്ഥലത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥനുമായോ മറ്റാരുമായോ ഉണ്ടാകാൻ സാധ്യതയുള്ള ചെറിയതും എന്നാൽ തീവ്രവുമായ വാഗ്വാദങ്ങൾ ഒഴിവാക്കുക. ഇന്ന് നിങ്ങളുടെ പോരാട്ടങ്ങൾ ശ്രദ്ധാപൂർവം തിരഞ്ഞെടുക്കുക. ചിലപ്പോൾ ശരിയായിരിക്കുന്നതിനേക്കാൾ വിനയമുള്ളവനായിരിക്കുന്നത് കൂടുതൽ ഫലപ്രദമാകും. കാര്യങ്ങൾ എങ്ങനെ സന്തുലിതമാകുന്നുവെന്നും നിങ്ങൾക്ക് അനുകൂലമായി മാറുന്നുവെന്നും കാണുമ്പോൾ നിങ്ങൾ ഈ തീരുമാനം എടുത്തതിൽ സന്തോഷിക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം തുലാം രാശിക്കാർ എല്ലാ രൂപത്തിലുമുള്ള ഐക്യത്തെ വിലമതിക്കുന്നു. അവർ ചിന്താശീലരും ദയയുള്ളവരും മറ്റുള്ളവരെ തങ്ങളെക്കാൾ മുന്നിൽ നിർത്താൻ എപ്പോഴും ഉത്സുകരുമാണ്. ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റിവിറ്റി ഒഴിവാക്കുക. അതിലേക്ക് വലിച്ചിഴക്കപ്പെട്ടാൽ പോലും ക്ഷമയോടെ അവ പരിഹരിക്കുന്നത് ഒരു വിവേകശാലിയുടെ കഴിവാണ്. ശനിയുടെ ആധിപത്യത്തെ ചെറുക്കാൻ ഒരു നീലക്കല്ല്
അല്ലെങ്കിൽ ഏഴുമുഖി രുദ്രാക്ഷം ധരിക്കുന്നത് സഹായകമാകും. പ്രതിവിധി: പതിവായി വ്യായാമം ചെയ്യുക. പ്രിയപ്പെട്ട വൃശ്ചികം രാശിക്കാരെ, താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം ഇന്ന് ഉയർന്ന സ്ഥാനങ്ങളിലുള്ളവരുമായി തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഒരു ബ്യൂറോക്രാറ്റിക് സ്ഥാപനവുമായി ഇടപെടുന്നത് ബുദ്ധിമുട്ടുള്ളതായി തോന്നിയേക്കാം. അതിനാൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർപ്പാക്കാത്ത അവസ്ഥയിലാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഇടവം രാശിയിലെ ചന്ദ്രന്റെ സാന്നിധ്യം കാരണം നിങ്ങളുടെ വ്യക്തിപരമായോ തൊഴിൽപരമായോ ഉള്ള ജീവിതത്തിൽ ഒരു അപ്രതീക്ഷിത മാറ്റമോ അത്ഭുതമോ പ്രതീക്ഷിക്കാം. അത് നിങ്ങൾക്ക് അനുകൂലമായി മാറും. എന്നാൽ നിങ്ങൾ ശാന്തമായിരിക്കണം. മീറ്റിംഗുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ജോലികൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ രാവിലെ 11 മണിക്കും ഉച്ചയ്ക്ക് 12 മണിക്കും ഇടയിൽ ക്രമീകരിക്കണം. ഭാഗ്യം വർദ്ധിപ്പിക്കാൻ ഇന്ന് ഓഫ് വൈറ്റ് അല്ലെങ്കിൽ ഇളം വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. പ്രിയ വൃശ്ചികം രാശിക്കാരെ, ഈ വർഷം ശനിയുടെ കഠിനമായ പാഠങ്ങൾക്കിടയിൽ ധ്യാനം അല്ലെങ്കിൽ ആത്മീയ പരിശീലനങ്ങൾ വൈകാരിക വ്യക്തത വളർത്താൻ സഹായിക്കും. പ്രതിവിധി: ശാന്തമായ സംഗീതം കേൾക്കുക. പ്രിയപ്പെട്ട ധനുരാശിക്കാരെ, ഇടവം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ ഇന്നത്തെ സംക്രമണം കാരണം നിങ്ങൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ അബദ്ധവശാൽ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞേക്കാം. അതിനാൽ നിങ്ങളുടെ സംസാരരീതിയിലും ശ്രദ്ധാലുവായിരിക്കുക. നിങ്ങളുടെ ദേഷ്യം വർദ്ധിപ്പിക്കുന്ന സംഭാഷണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുന്നതും നല്ലതാണ്. പകരം താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ജ്യോതിഷികൾ നിങ്ങളെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉപദേശിക്കുന്നു. ഉദാഹരണത്തിന്, നിങ്ങൾ സ്നേഹിക്കുന്നവരുമായുള്ള ബന്ധങ്ങൾ. അതിനാൽ ഈ ഉപദേശം പിന്തുടരാൻ മറക്കരുത്. നിങ്ങളുടെ വാക്കുകളിലൂടെ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. ഈ വർഷം വ്യാഴത്തിന്റെ ഭാഗ്യസ്വാധീനം അതിന്റെ ഉന്നതിയിലെത്തും. അവസരങ്ങളെ സ്വാഗതം ചെയ്യാൻ ഒരു ഭാഗ്യവസ്തുവോ അല്ലെങ്കിൽ ഒരു രത്നമോ ധരിക്കുക. പരിഹാരമായി നന്ദി പ്രകടിപ്പിക്കുന്നത് ശീലമാക്കുക. പ്രിയപ്പെട്ട മകരം രാശിക്കാരെ, ഇടവം രാശിയിലൂടെയുള്ള ചന്ദ്രന്റെ സംക്രമണം ഇന്ന് നിങ്ങളുടെ ചിന്തകളെ ആത്മീയ വളർച്ചയാൽ നിറയ്ക്കും. നിങ്ങൾ ആത്മീയമായി വളരാൻ ആഗ്രഹിക്കുന്നു. ആ ദിശയിൽ മുന്നോട്ടു പോകാൻ ഇന്ന് ഒരു നല്ല ദിവസമാണ്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങൾക്ക് സഹജമായ മാർഗനിർദ്ദേശം ലഭിക്കും. ഈ ആത്മപരിശോധന നിങ്ങളിൽ ഏറ്റവും മികച്ചത് പുറത്തുകൊണ്ടുവന്ന് കാര്യങ്ങൾ നേരെയാക്കാൻ സഹായിക്കും. ഇന്ന് നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന ഏതൊരു അപ്രതീക്ഷിത പ്രശ്നത്തെയും നേരിടാൻ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിന് വെള്ള നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക. വൈകുന്നേരം 3 മണി മുതൽ 5 മണി വരെയുള്ള സമയം നിക്ഷേപങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനും സാമ്പത്തികമായി സ്വയം ശക്തിപ്പെടുത്താനും നല്ല സമയമാണ്. 2026-ൽ രാഹു അല്പം അസ്ഥിരത വർദ്ധിപ്പിക്കുന്നതിനാൽ സ്ഥിരതയ്ക്കായി ഒരു അനുയോജ്യമായ രത്നം അല്ലെങ്കിൽ പുണ്യവസ്തു ധരിക്കുന്നത് സഹായകമാകും. പ്രതിവിധി: സമ്മർദ്ദമുള്ള സംഭാഷണങ്ങൾ ഒഴിവാക്കുക. പ്രിയപ്പെട്ട ഇടവം രാശിക്കാരെ, ഇന്ന് ഇടവം രാശിയിൽ ചന്ദ്രന്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ ഐക്യവും സമാധാനവും കൊണ്ടുവരും. ഈ ആഴ്ച ജോലിയിൽ നിങ്ങൾക്ക് ഒരു വിശ്രമകരമായ തുടക്കം ലഭിക്കുന്നതിനാൽ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒപ്പം കഴിയുന്നത്ര സമയം ചെലവഴിക്കാൻ നിങ്ങൾ തിരഞ്ഞെടുക്കും. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ ഇടവം രാശിയുടെ ദൈനംദിന ജാതക പ്രവചനം അനുസരിച്ച് തുറന്നതും സത്യസന്ധവുമായ ആശയവിനിമയം നിങ്ങളുടെ ആളുകൾക്കിടയിൽ വിശ്വാസം വളർത്താൻ സഹായിക്കും. ഇത് നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി കൂടുതൽ അടുക്കാനും അവരുടെ ജീവിതത്തിലെ സംഭവങ്ങളെക്കുറിച്ച് അറിയാനും നിങ്ങളെ സഹായിക്കും. വൈകുന്നേരം 4:45 മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് ഉൽപ്പാദനക്ഷമമായ കാലയളവായിരിക്കും. അതിനാൽ ഈ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുക. 2026-ൽ നിങ്ങളുടെ പാതയിൽ ശനിഗ്രഹത്തിന് ഒരു പ്രധാന സ്വാധീനമുള്ളതിനാൽ സ്ഥിരത ശക്തിപ്പെടുത്തുന്നതിന് ഒരു പ്രത്യേക വസ്തുവോ അല്ലെങ്കിൽ പ്രതിവിധിയോ നിങ്ങളുടെ അടുത്ത് സൂക്ഷിക്കുക. പ്രതിവിധി: കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുക. പ്രിയപ്പെട്ട മീനം രാശിക്കാരെ, ഇടവം രാശിയിലെ ചന്ദ്രന്റെ സ്ഥാനം
നിങ്ങളുടെ മനസ്സിൽ അനാവശ്യ ഭയങ്ങൾ നിറച്ചേക്കാം. അനാവശ്യവും അവ്യക്തവുമായ പിരിമുറുക്കങ്ങൾ നിങ്ങളെ കീഴടക്കാനും അപ്രതീക്ഷിതമായി പിടികൂടാനും അനുവദിക്കരുത്. താരസിതാര പണ്ഡിറ്റ് ജ്യോതിഷ് ചാനൽ പ്രകാരം നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളോടും നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആളുകളോടും ഒപ്പം നല്ല സമയം ചെലവഴിക്കാൻ ശുപാർശ ചെയ്യുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിൽ സ്വയം തിരക്കിലാക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ്. കാരണമില്ലാതെ സമ്മർദ്ദത്തിലാകുന്നത് ഒഴിവാക്കാൻ ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുക. ഇന്ന് പർപ്പിൾ ഒഴികെയുള്ള ഏത് നിറത്തിലുള്ള വസ്ത്രവും ധരിക്കുക. ഉച്ചയ്ക്ക് 1 മണിക്കും 2 മണിക്കും ഇടയിലുള്ള സമയം നിങ്ങൾക്ക് ഭാഗ്യകരമാണ്. ശനിയുടെ ശക്തന്താ സ്വാധീനമുള്ളതിനാൽ ധ്യാനം അല്ലെങ്കിൽ ചില പരിഹാരങ്ങൾ ശ്രദ്ധയും സ്തംഭസ്ഥയും വർദ്ധിപ്പിക്കാൻ സഹായിക്കും. പ്രതിവിധി ആരോഗ്യകരമായ ഭക്ഷണം പാചകം ചെയ്യുക.